കൊച്ചിയിലേക്ക് പോകാം. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ നമ്മുടെ ഹൈക്കോടതി റിപ്പോർട്ടർ മാത്രമല്ല, ഒരു അഭിഭാഷക കൂടിയാണ്. രേഷ്മ, ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? വളരെ വ്യക്തമാണ് ഹൈക്കോടതി നിലപാട് എന്നാണ് ഉത്തരവുകൾ വായിച്ചാൽ മനസ്സിലാകുന്നത്. കോട്ടയം വേണോ ആലപ്പുഴ വേണോ എന്നൊന്നും ഞങ്ങൾക്കറിയേണ്ട. എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ? ഈ കേസിൻ്റെ പശ്ചാത്തലം എന്താണ്? ഹൈക്കോടതിയുടെ നിലപാട് എന്താണ്? രേഷ്മ. പ്രദീപ്, 2024 ആ വർഷത്തിലാണ് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന ഇത്തരത്തിലൊരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായിട്ടും അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ HNL ഭൂമിയിലേക്ക് എയിംസ് കൊണ്ടുവരണം. നിലവിൽ ഈ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ ശുപാർശ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള കിനാലൂരിലെ ഭൂമി അത് കൃത്യമായിട്ട് മാനദണ്ഡ പ്രകാരമല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുമുള്ള ആവശ്യം. അതിനുശേഷം മറ്റൊരു ഉപഹർജി കൂടി ഹൈക്കോടതിയിലെത്തി. സമാനമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. അതായത് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന മറ്റൊരു സംഘടന കൂടി ഹൈക്കോടതിയെ സമീപിച്ചു. അവരുടെ ആവശ്യവും സമാനമായിരുന്നു. അതായത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് എന്താണ് ഈ മാനദണ്ഡം? സാധാരണ രീതിയിൽ ഈ എയിംസ് എന്ന് പറയുന്ന പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമന്ത്രി സ്വസ്തി സുരക്ഷാ യോജന PMSSY എന്ന് പറയുന്ന ആ പദ്ധതിയുടെ പ്രകാരമാണ് ആ പ്രപ്പോസൽ സംസ്ഥാനങ്ങൾക്ക് വെക്കാമെന്നുള്ള രീതിയിലേക്ക് ആരോഗ്യ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത് 4 സ്ഥലങ്ങളാണ്. അത് പക്ഷേ പിന്നീട് കിനാലൂര് മാത്രമായിട്ട് ചുരുങ്ങുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനങ്ങളും ഉത്തരവുകളും ഒക്കെ തന്നെ ഹൈക്കോടതിയിൽ അടക്കം നൽകിയിട്ടുണ്ട്. ഈ കാസർകോട്ടെ എയിംസ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യമെന്ന് പറയുന്നത് കാസർകോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഈ സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എയിംസിന് വേണ്ടിയിട്ട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ചലഞ്ച് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെങ്കിലും സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതായത് ചലഞ്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ 3 or 4 അധികം സ്ഥലങ്ങൾ സെലക്ട് ചെയ്യപ്പെടണം. അതായത് ഈ 3 or 4 സ്ഥലങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു താരതമ്യ പഠനം ഉണ്ടാകണം. അതായത് സാമൂഹ്യപരമായിട്ട് ആ പ്രദേശത്ത് ഏത് വിധത്തിൽ എത്രത്തോളം പരമാവധി ഗുണകരമാകും ഈ പ്രോജക്റ്റ് വരുമ്പോൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന 3 മുതൽ 4 വരെയുള്ള പദ്ധതി പ്രദേശം അത് താരതമ്യം ചെയ്യപ്പെടണം. അങ്ങനെ ചലഞ്ച് മെത്തേഡിലൂടെ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഈ മാനദണ്ഡ പ്രകാരം ഇത് അവസാനമായിട്ട് കേന്ദ്ര സർക്കാർ ആ ശുപാർശ കൺഫേം ചെയ്യുന്നത്, അത് ഉറപ്പാക്കുന്നത്. അതിൽ പക്ഷേ സംസ്ഥാന സർക്കാർ അമ്പെ പരാജയപ്പെട്ടു. ആദ്യഘട്ടത്തിൽ പരിഗണനയിലിരുന്ന 4 ജില്ലകളിലെ സ്ഥലങ്ങൾ അത് പിന്നീട് ഒന്നായിട്ട് ചുരുങ്ങി കിനാലൂർ എന്ന് പറയുന്ന ഒറ്റ സ്ഥലത്തേക്ക് വരുമ്പോൾ 151.58 അല്ലെങ്കിൽ 151.58 ഏക്കർ മാത്രമാണ് ഉള്ളത്. എയിംസിന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചലഞ്ച് മെത്തേഡിൽ പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് 200 ഏക്കർ സ്ഥലം വേണമെന്നുള്ളതാണ്. എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അത്തരമുള്ള ഒരു മാനദണ്ഡം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കണക്ടിവിറ്റി, റോഡ് ഒക്കെ ഉള്ള കാര്യങ്ങൾ മാനദണ്ഡമായിട്ടുണ്ട്. പക്ഷേ ഈ ചലഞ്ച് മെത്തേഡ് പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ സാധ്യമാക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു പ്രപ്പോസൽ അല്ല സംസ്ഥാന സർക്കാർ നിലവിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം അവിടെ ഒരൊറ്റ സ്ഥലം മാത്രമാണുള്ളത്. ചലഞ്ച് മെത്തേഡിൽ 3 അല്ലെങ്കിൽ 4 സ്ഥലങ്ങൾ വേണം. ആ 4 സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ഘടന, അതോടൊപ്പം തന്നെ അവിടെ എയിംസ് വന്നാലുള്ള അതിന്റെ സാധ്യത എത്രത്തോളം പ്രയോജനകരമാകും, പൊതുസമൂഹത്തിന് ഏത് വിധത്തിലാണ് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക, ഒപ്പം തന്നെ ഏതൊക്കെ ജില്ലകളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അതിൻ്റെ ഒക്കെ തന്നെ ആകെ തുകയാണ് ഈ പറയുന്ന അവസാനം കൺഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഈ സ്ഥലം മതി എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ അതിലും അമ്പെ പരാജയപ്പെട്ടു സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പോലും ചില ഘട്ടങ്ങളിൽ 2 ഘട്ടങ്ങളിലാണ് ഹൈക്കോടതിക്ക് ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നത്. അതായത് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞത് പോസിറ്റീവായിട്ട്
ഈ എയിംസ് സംബന്ധിച്ച് ഏത് സ്ഥലമാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം മറുപടി ആയിരിക്കണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനെ 2025 ജനുവരിയിൽ അത്തരമൊരു നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞു വിട്ടത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. പക്ഷേ 2025 മാർച്ച് മാസം വന്നപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. ഈ 2025 ജനുവരിയിൽ ഈ പെറ്റീഷൻസ് ഒക്കെ വന്ന സമയത്ത് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ്, ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് കാസർഗോഡ് ആണെങ്കിലും മറ്റേത് ജില്ലകളിലാണെങ്കിലും എയിംസ് വന്നോട്ടെ, അതിലൊന്നും തന്നെ ഹൈക്കോടതിക്ക് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ചില ചലഞ്ച് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഗൈഡ് ലൈൻസ് അഥവാ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാകണം സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായിട്ടുള്ള ശുപാർശ എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം മുന്നോട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ 3 മുതൽ 4 വരെയുള്ള സ്ഥലങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. ഈ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ട് 3 അല്ലെങ്കിൽ 4. പക്ഷേ കിനാലൂർ മാത്രമായിട്ട് തങ്ങൾ അങ്ങനെ ഒരു പ്രൊപ്പോസലാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നതെന്നാണ്. അതായത് 2022 ജൂൺ മാസമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ശുപാർശ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ചലഞ്ച് മെത്തേഡ് സാധ്യമാകില്ല, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് മാനദണ്ഡങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കാതെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് അത് തള്ളാം എന്നുള്ളതാണ് ഹൈക്കോടതി മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചത്. പക്ഷേ അവിടെയും കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഏത് വിധത്തിലാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും സംസ്ഥാന സർക്കാരിന് ഒരു വ്യക്തത ഉണ്ടായില്ല. വീണ്ടും 2025 മാർച്ച് മാസവും ഹൈക്കോടതിയിൽ ഈ 2 പെറ്റീഷൻസ് വന്നു. ഈ 2 സംഘടനകളുടെയും പെറ്റീഷൻസ് വരികയും വാദങ്ങൾ അതിന്മേൽ കൗണ്ടർ അഫിഡവിറ്റ് ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഏത് സ്ഥലമാണെങ്കിലും ഈ സംസ്ഥാന സർക്കാർ സെലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്ത് അതിൽ കൃത്യമായിട്ട് ഒരു നിക്ഷേപം ഇറക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ കാത്തിരിക്കണം. കാരണം ഒരു നിക്ഷേപം ഇറക്കിക്കഴിഞ്ഞാൽ അത് പിന്നീട് കേന്ദ്ര സർക്കാർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, തള്ളിക്കളയുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏത് വിധത്തിലാണെന്ന് കൂടി സംസ്ഥാന സർക്കാർ ഓർക്കണം. കാരണം പൊതുഖജനാവിൽ നിന്നുമുള്ള പണമാണ് ഈ സെലക്ഷൻ പ്രോസസ്സിന്, അതായത് ഈ പറയുന്ന സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. അതൊക്കെ തന്നെ മനസ്സിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഇത് ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ചീഫിന്റെ ബെഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ 2 ഹർജികളിലും രേഷ്മ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ വിവരം, ഈ ഹൈക്കോടതി ഉത്തരവ് രേഷ്മ തന്നെ തന്നത് ഇവിടെയുണ്ട്. അതിൽ വ്യക്തമായ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഗൗതം. ഒന്ന്, ഈ പെറ്റീഷൻസ് പരിഗണിക്കുമ്പോൾ the state should also keep in mind the fact that the site selection must conform to the guidelines. Otherwise, the same could be rejected by the Union of India and bar or sent back for reconsideration for not following the guidelines. സംസ്ഥാന സർക്കാരിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി. ഒന്ന്, ഈ മാനദണ്ഡങ്ങളെല്ലാം മനസ്സിൽ വെച്ച് വേണം, ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ഇത് നിരസിക്കാനോ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനോ സാധ്യതയുണ്ട്. മറ്റൊന്ന്, there is a possibility of rejecting the site. അതാണ് ഇപ്പോൾ രേഷ്മ ചൂണ്ടിക്കാട്ടിയത്. In the meanwhile, if any amount is spent from the public exchequer, there is a risk of the amount being misspent. പണം ചെലവാക്കി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത. 3, ഇത് കൃത്യമായി പറയുന്നുണ്ട്, ഇനി ആര് നിഷേധിച്ചാലും a counter is filed by the Deputy Secretary Health and Family Welfare Department on behalf of the state. അതിൽ പറയുന്ന കൗണ്ടർ പാരഗ്രാഫ് 4-ൽ it is stated that the state government had identified the land in Kinalur in Kozhikode district and the same was communicated to the government of India. കിനാലൂരിലെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു, ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് അഫിഡവിറ്റായി സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റ് ഏറ്റവും ശ്രദ്ധേയം, there is no clear answer to the query as to whether this site selection is in conformity with the guidelines issued by the government of India. All that is stated is the Secretary, Ministry of Health and Family Welfare, Government of India has been requested to depute a team for feasibility study and the reply is awaited. ഉത്തരമില്ല, വ്യക്തമായി ഉത്തരം ഇല്ല. ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തത്, ഈ സ്ഥലം ചൂണ്ടിക്കാട്ടിയത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആകെ പറഞ്ഞിട്ടുള്ളത്
കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അവിടെ നിന്ന് ഇതിൻ്റെ സാധ്യതാ പഠനം നടത്താൻ ഒരു ടീമിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്നാണ് രേഷ്മ. ഒരിക്കൽ കൂടി ഹൈക്കോടതി ഇനി ആര് പറയുന്നത് വ്യക്തമല്ലെങ്കിലും, ജനൻ TV പറയുന്നത് വ്യക്തമല്ലെങ്കിലും, കേന്ദ്ര സർക്കാർ പറയുന്നത് വ്യക്തമല്ലെങ്കിലും, ഹൈക്കോടതി, കേരള ഹൈക്കോടതി വ്യക്തമായി അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇതനുസരിച്ചാണോ എന്ന് വ്യക്തമല്ല, ഇതിന് മറുപടി പറയണമെന്ന് രേഷ്മ. അതെ പ്രദീപ്, അതായത് ഇതൊക്കെ തന്നെ ഒരു നയപരമായിട്ടുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണ് എയിംസ് എവിടെ വരണമെന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കും. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏത് വിധത്തിലാണ് അതിന്റെ ശുപാർശകൾ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഈ ഭൂമി അടക്കം വേണമെന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളിൽ മറ്റൊരു ഘടകമായിട്ട് ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ നയപരമായിട്ടുള്ള കാര്യത്തിലൊന്നും തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലില്ല. പക്ഷേ ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം ഏറെ പ്രസക്തമാണ്. എവിടെയാണ് എയിംസ് വരുന്നത് എന്നുള്ളതല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് സംസ്ഥാന സർക്കാരിന് ഭൂമി കണ്ടെത്തി കൊടുക്കുവാനായിട്ടുള്ള ആർജവം ഉണ്ടാകണം. ഈ അവസാന അന്തിമമായിട്ടൊരു ഭൂമി കൊടുക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കണം. ഈ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4. ഈ 3 അല്ലെങ്കിൽ 4 സ്ഥലങ്ങൾ കണ്ടെത്തി കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നേരത്തെ പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഒരു കൗണ്ടർ അഫിഡവിറ്റ് അല്ലെങ്കിൽ മറുപടി സത്യവാങ്മൂലം നൽകിയതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കിനാലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അതിലൊരു കൺഫർമേഷൻ ഇതുവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സാധ്യതാ പഠനം സംബന്ധിച്ച് ടീമിനെ അയക്കുന്ന കാര്യത്തിലും ഒരു വ്യക്തത, ഒരു മറുപടി ലഭിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാധ്യതാ പഠനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലം അത് അന്തിമമാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുമാത്രവുമല്ല, ഈ കിനാലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എടുത്ത് ശുപാർശ എന്നുള്ള രീതിയിൽ, അവസാന ശുപാർശ എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ ഈ 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന ചലഞ്ച് മെത്തേഡ് അത് എങ്ങനെ പ്രാവർത്തികമാകുമെന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. അതിന് ഉത്തരം നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അതുമാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ അടക്കം ഉണ്ടോ എന്നതും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് അവർ വിടുന്ന ടീമിന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ചലഞ്ച് മെത്തേഡ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി വരുന്ന സമയത്ത് ഒരു അടിസ്ഥാനപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചലഞ്ച് മെത്തേഡിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ചലഞ്ച് മെത്തേഡിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പദ്ധതി പ്രദേശം അതിൽ യാതൊരു തരത്തിലുമുള്ള റെഡ്ടേപ്പിസം, ഒരു ചുവപ്പ് നാടയിൽ കുരുങ്ങിപ്പോകില്ല പദ്ധതിയൊന്നും. അതുപോലെ തന്നെ ഭരണതലത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകില്ല. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ എല്ലാ പദ്ധതികൾക്കും ചലഞ്ച് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതൊരു വലിയൊരു പ്രോസസ്സാണ്. അതിൽ വലിയ രീതിയിൽ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കും, ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കും. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിലൂടെയാണ് കേന്ദ്ര സർക്കാർ എയിംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് വലിയ ലാഘവത്തോടു കൂടിയുള്ള ഒരു സമീപനത്തിലാണ് സംസ്ഥാന സർക്കാർ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ചലഞ്ച് മെത്തേഡ് സാധ്യമാക്കുവാൻ സാധിക്കുന്ന ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നൽകാൻ, ഒന്നല്ല 3 അല്ലെങ്കിൽ 4 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയത്. ഹൈക്കോടതി ഇത്രേ പറയുന്നുള്ളൂ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് സ്ഥലം തിരഞ്ഞെടുത്ത് നൽകാനായിട്ടുള്ള ആർജവവും അതിലെ ഒരു ഉപേക്ഷയും ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ വിചാരിക്കരുത്. അതുമാത്രമല്ല, പൊതുഖജനാവിൽ നിന്നാണ് പണം ചെലവഴിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന കൊടുക്കുന്ന തിരഞ്ഞെടുത്ത് നൽകുന്ന സ്ഥലം ഏതെങ്കിലും കാരണവശാൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ചട്ടവിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അത് തള്ളിക്കളയാം. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ച സമയം, നിങ്ങൾ ചെലവഴിച്ച പണം അതൊക്കെ തന്നെ നഷ്ടമാകും. അതിന്റെ പ്രത്യാഘാതങ്ങൾ അടക്കം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത്രയധികം വർഷങ്ങൾ പിന്നിടുന്നു. ആ വർഷങ്ങൾക്കിപ്പുറവും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആ ആശയം പ്രാവർത്തികമാക്കാൻ
തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. അത് തന്നെയാണ് ഹൈക്കോടതി 2 തവണയാണ് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ പോസിറ്റീവ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹൈക്കോടതി ആ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതുവരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് സംസ്ഥാന സർക്കാർ കൗണ്ടർ അഫിഡവിറ്റിലൂടെ അല്ലെങ്കിൽ മറുപടി സത്യാമൂലത്തിലൂടെ നൽകിയത്. പക്ഷേ ഇനി കോടതി പ്രതീക്ഷിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അത് തങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. പക്ഷേ അവസാന നിമിഷം വരെയും സംസ്ഥാന സർക്കാർ കിനാലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അതാണെങ്കിൽ തന്നെ ഈ മാനദണ്ഡങ്ങൾക്ക് പ്രാഥമികമായിട്ട് നമുക്ക് ആ മാനദണ്ഡങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ ഈ പറയുന്ന 150 ഏക്കർ മാത്രമേ ഉള്ളൂ. 200 ഏക്കർ എന്ന് പറയുന്ന എയിംസിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ടീം ഈ ചലഞ്ച് മെത്തേഡിലൂടെ എടുക്കേണ്ട തീരുമാനമാണ് ഏത് സ്ഥലം എന്നുള്ളത്. ആ ചലഞ്ച് മെത്തേഡിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനോ ഉപയോഗിക്കാനോ ആയിട്ട് മറ്റൊരു പേരിന് പോലും ഒരു സ്ഥലം നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. കിനാലൂര് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സാധ്യതാ പഠനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക എന്നുള്ള ചോദ്യം കൂടി നിഴലിക്കുന്നുണ്ട്. കാരണം കിനാലൂര് മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ മറ്റ് പരിഗണനയിലുള്ള മറ്റ് പ്രദേശങ്ങൾ അവിടെ ഒരു പക്ഷേ അവിടുത്തെ ആരോഗ്യ മേഖലയുടെ വീഴ്ചകൾ അല്ലെങ്കിൽ അവിടെ ഒരു പക്ഷേ അവിടുത്തെ ചികിത്സാ രംഗം അമ്പേ മോശമായിരിക്കാം. അങ്ങനെ ഒരിടത്തേക്കായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന എയിംസ് വേണ്ടത്. അങ്ങനെ പലവിധ ജനങ്ങൾക്ക് ഏറ്റവും മെച്ചമാർന്ന ക്ഷേമ അന്വേഷണം അല്ലെങ്കിൽ ക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ എയിംസ് വരേണ്ട ഒരിടത്ത് കേവലം ഒരു സ്ഥലത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു നടപടി, കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. എയിംസ് വൈകുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഒരു ശുപാർശ തരാനായിട്ട് സംസ്ഥാന സർക്കാരിനോട് പറയുമ്പോൾ അതിൽ ലാഘവത്വം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശകൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രക്രിയകളുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സ്ഥലം കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ തന്നെ രേഷ്മ പറഞ്ഞത് അതനുസരിച്ച് ഗൗതം വളരെ വ്യക്തമാണ്. ഞങ്ങൾ പറയും അവിടെ സ്ഥാപിക്കൂ, നിങ്ങളുടെ പദ്ധതി, നിങ്ങൾ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അവിടെ ഇരിക്കും, കടലാസിലിരിക്കും. ഞങ്ങൾ പറയുന്നു കിനാലൂർ സ്ഥാപിക്കണം. അവിടെ സ്ഥാപിച്ചില്ലേ, കിട്ടിയില്ലേ എന്ന് പരാതി ആരോഗ്യമന്ത്രി വന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു, വീണ്ടും പറ്റിച്ച് എന്ന് പറയുന്നതിൽ ബജറ്റ് കണ്ട് കഴിയും. എയിംസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പം ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ്. 70 വയസ്സ് കൂടിയവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതാണ്. അതിലും ആദ്യഘട്ടത്തിൽ കേരളം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പം പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളോടെല്ലാം ഈ സമീപനം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന വസ്തുതയാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്.